ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ വിത്ത് ബോൺ ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ചേർക്കാൻ പോകേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1.5 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 4 ടീസ്പൂൺ ചില്ലി ചിക്കൻ പൗഡർ, 4 ടീസ്പൂൺ കോൺ പൗഡർ. ഇത്രയും പൊടികളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ലിക്വിഡായിട്ടുള്ള ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ വിനാഗിരി, 4 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഓക്കെ, പിന്നെ 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇവയെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനിത് ഓവർനൈറ്റ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് ഒരു 4 മണിക്കൂറെങ്കിലും നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് ഇത് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ചില്ലി ചിക്കൻ്റെ അവസ്ഥയാണ്. ഞാനിത് ഇങ്ങോട്ട് ഇച്ചിരി എഡിബിൾ ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് ചുമന്ന കളർ വേണം. ഇനി നമുക്ക് ഈ ചില്ലി ചിക്കൻ വറുത്തെടുക്കാം. അതിനുശേഷം ആണ് നമുക്ക് ഞാൻ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, റെഡും മഞ്ഞയായിട്ടുള്ള ക്യാപ്സിക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഇഞ്ചിയും 10 വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ എങ്ങനെയാണ് ഈ സവോള എങ്ങനെ അരിഞ്ഞേക്കുന്നത്. സവോള കുനുകുനുന്ന് അരിയരുത്, സവോള ഒരു പ്രത്യേക സൈസിൽ അരിയണം. അതുപോലെ തന്നെ ക്യാപ്സിക്കും അതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. തീരെ കുനുകുനുന്ന് ആവരുത്. ഇനി നമുക്ക് ഈ ചില്ലി ചിക്കൻ വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കാണാൻ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കറക്റ്റ് മാരിനേഷനായിരുന്നു. ഇനി നമുക്ക് ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ചിക്കൻ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഫുഡ് കളർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് നല്ല കട്ട ചുവപ്പ് കളർ കിട്ടാറുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു കളർ ചേഞ്ചിന് വേണ്ടിയുള്ള ഫുഡ് കളർ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വറുക്കാനിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ഒരു സെറ്റ് കൂടിയുണ്ട്. ടോട്ടൽ 3 സെറ്റ് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കനകത്തും കറിവേപ്പില ഇട്ടേക്കുന്നത്. ഞാൻ കുറച്ച് കറിവേപ്പില സാധാരണ നമ്മുടെ ചില്ലി ചിക്കനകത്ത് ഇടാറുണ്ട്. കാരണം നമ്മുടെ ഇത് പ്യുവർലി ചൈനീസ് സ്റ്റൈലല്ല, ഇത് ഇൻഡോ ചൈനീസ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്കൊരു ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ടേസ്റ്റിനെക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റാണ്. അതാണ് ഞാൻ വറുത്തെടുക്കാൻ നേരത്ത് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ചില്ലി ചിക്കൻ നമ്മുടെ രീതിയിലുള്ളൊരു ഫ്ലേവറും കൂടി ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ സ്പ്രിംഗ് ഒണിയന് പകരം നമ്മുടെ കറിവേപ്പില ഇട്ട് വറുത്തെടുക്കുക. ഇനി നമുക്ക് മൂന്നാമത് വറുത്ത് കോരിയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിലാണ് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മൊത്തം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ ഉള്ളി, അതായത് സവോള, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റുക. ഓർക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റണം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റരുത്. കാരണം ചൈനീസ് ഡിഷുകളുടെ മെയിൻ ഒരു ഇതാണ് ഹൈ ഫ്ലെയിമിലിട്ട് വെറും 2-3 മിനിറ്റ് മാത്രമേ വഴറ്റാൻ പറ്റുള്ളൂ. ലോ ഫ്ലെയിമിലിട്ട് ഇത് 10 മിനിറ്റ് വഴറ്റുകൊണ്ടിരുന്നാൽ ഇത് എല്ലാം കുഴന്നായി പോകും. നമുക്ക് ആ ക്രിസ്പിനെസ് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വെറും 2-3 ഇട്ട് വഴറ്റുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂണ് സോയാ സോസും 4 സ്പൂണ് കെച്ചപ്പും, അതായത്
ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയോ 1 സ്പൂൺ ചതച്ച വറ്റൽമുളകോ നമുക്ക് ചേർക്കാവുന്നതാണ്, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് ചേർക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടിരിക്കുന്നു. DK സ്പെഷ്യൽ ചില്ലി ചിക്കൻ റെഡി ആയിരിക്കുന്നു. ഇത് ഒരു അടിപൊളി ചില്ലി ചിക്കനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദി സെയിം ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചേർക്കണം. ഗ്യാരണ്ടീഡ് ആണ്. സൂപ്പർ 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 ചില്ലി ചിക്കൻ. ട്രൈ ചെയ്ത് നോക്കൂ. DK സ്പെഷ്യൽ സൂപ്പർ ചില്ലി ചിക്കൻ. നമുക്കിന്ന് ഫ്രൈഡ് റൈസ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിനു വേണ്ടി ഞാൻ ഈ ഒരു കപ്പിൽ 1.25 കപ്പ് അരി എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ അരി വേവിക്കാൻ നേരത്ത് 1.25 കപ്പ് അരി എടുക്കാൻ നേരത്ത് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ സോണ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സോണ മസൂരി ബസ്മതി റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്ക് സോണ മസൂരിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് എടുത്തിരിക്കുന്നു. പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. അതായത് ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും ഞാൻ ഫ്രോസൺ ആയിട്ടാണ് ഇവിടെ മേടിക്കാൻ കിട്ടും, അതാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മൂന്നിൻ്റെയും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ 1 പിടിയാണ് എടുത്തേക്കുന്നത്. 1 പിടി ഫ്രോസൺ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ 1 പിടി ഫ്രോസൺ ക്യാരറ്റ്, 1 പിടി ഫ്രോസൺ ബീൻസ്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കം. ഞാനൊരു യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഒരു തീരെ ചെറുത് ഓരോന്നും വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി കുനുകുനു അരിഞ്ഞേക്കണത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എഗെയിൻ ഐ എം ടെല്ലിങ്, നിങ്ങൾ ഫ്രൈഡ് റൈസ് ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കുന്നിടത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2-3 മിനിറ്റ് ഇതിൻ്റെ പച്ച മണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ ഇട്ടേക്കണത് 1 സ്പൂൺ ഗാർലിക് പൗഡർ, 1 സ്പൂൺ ജിഞ്ചർ പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്ന് പറയുന്നത്, ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നേരത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒരു 10 പീസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്തത്. അത് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ അതായത് ഈ റോ ചിക്കൻ ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നേരത്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ നിന്ന് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് അത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒരു 6 സ്പൂൺ സോയാ സോസ്, 2 സ്പൂൺ കെച്ചപ്പും കൂടി ഇട്ടു. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇതൊന്ന് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് ഇളക്കാം. ആ റൈസ് ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ഈ എഗ്ഗ് ബുർജി സ്ക്രാബിൾ ചെയ്തിട്ട് അത് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ട് വെതറി ഇടുക. ഇത് നമ്മുടെ രീതിയിലുള്ള ഒരിതാണ്, കുറച്ച് സ്പൈസിയാണ്. ഞാൻ ഇച്ചിരി ചതച്ച വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്പൈസിനെസ് കിട്ടുകയും ചെയ്യും. കാരണം ഞാൻ ഇച്ചിരി വറ്റൽമുളക് ഇടാൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫ്രോസൺ ഗ്രീൻ പീസിനൊക്കെ ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വറ്റൽമുളക് കൂടി ഇടുമ്പോഴേക്കും ആ ഒരു മധുരത്തിന് ഒരു ശമനം വരുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും വരികയും ചെയ്യും. നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. നമ്മുടെ രുചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഇനി നമുക്ക് ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെതറാം. എന്നിട്ട് ഫൈനൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു 4 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇട്ട് മിക്സ് ചെയ്യുക. അതോടെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാവും. അങ്ങനെ നമ്മുടെ DK സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായിരിക്കുന്നു. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡിയായിരിക്കുന്നു. നമുക്ക് ജോലിക്ക് പോകാൻ നേരത്തെ ഇതുപോലെ നമുക്ക് പാഴ്സലാക്കി നമ്മുടെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക്
രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം.